കേരളത്തിൽ മൂന്നാം മുന്നണിയായി നിൽക്കുന്ന NDA അധികാരത്തിൽ വരുമോ, BJP അധികാരത്തിൽ വരുമോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ വിഷയം. പക്ഷേ കുറേ സീറ്റുകളെങ്കിലും അവർ പിടിക്കണം, 5 മുതൽ 10 സീറ്റ് വരെ പിടിക്കണമെന്നുള്ള വലിയ ധാരണയിൽ കേന്ദ്ര പട തന്നെ സംസ്ഥാനത്ത് വരികയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 പ്രാവശ്യം വരാൻ സാധ്യതയുണ്ട്. മിക്കവാറും തിരുവനന്തപുരവും എറണാകുളവുമായിരിക്കും, അതോ തിരുവനന്തപുരവും കോഴിക്കോടുമായിരിക്കും. എന്തായാലും തിരുവനന്തപുരം നിശ്ചയമായി കാണാൻ സാധ്യതയുണ്ട്. കാരണം രാജീവ് ചന്ദ്രശേഖർ, ശ്രീലേഖ IPS, PK കൃഷ്ണദാസ്, അതുപോലെ തന്നെ V മുരളീധരൻ, ഇത്രയും പേര് മത്സരിക്കുന്നത് കൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. അമിത്ഷാ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കേരളത്തിൽ 2 പ്രാവശ്യം വരാൻ സാധ്യത കാണുന്നു. അപ്പോൾ 2 4 വലിയ യോഗമായി. BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് നിതിൻ ബബൻ 3 പ്രാവശ്യം വരാൻ പോവുകയാണ്. അത് പക്ഷേ തിരുവനന്തപുരം, എറണാകുളം, കൊച്ചി ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതോ ഇനി ആറന്മുളയിൽ പോകുമോ? കാരണം പല സ്ഥലങ്ങളിലും മത്സരിക്കുന്നുണ്ടല്ലോ. പാലായിൽ പോകുമോ? അങ്ങനെ തിരുവല്ലയിലായിരിക്കുമോ? ഇങ്ങനെ എന്തായാലും അദ്ദേഹവും BJP പ്രസിഡന്റ് 3 പ്രാവശ്യം വരുന്നു. ഇനിയുമുണ്ട് നേതാക്കൾ. മുഖ്യമന്ത്രിമാരെ ഇറക്കാൻ പോവുകയാണ്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കും. തൃശ്ശൂരിൽ പത്മജ വേണുഗോപാലിൻ്റെയും തൃശ്ശൂർ ജില്ലയിലെ സ്ഥാനാർത്ഥികളുടെ നോമിനേഷൻ കൊടുക്കുന്നതിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കും. ഇതൊക്കെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുന്നതാണ്. ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയായിരിക്കും. കാസർഗോഡും അതുപോലെ മഞ്ചേശ്വരത്തും സീറ്റ് കൊടുക്കുന്നതിന്, ഇത് സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നതിന്, നോമിനേഷൻ കൊടുക്കുന്നതിന് വേണ്ടി സാക്ഷിയാകാൻ വരുന്നത് രേഖാ ഗുപ്തയായിരിക്കും. അശ്വനി വൈഷ്ണവാണ് തിരുവനന്തപുരത്ത് വരാൻ സാധ്യതയുള്ളത്. അതുപോലെ തന്നെ പത്തനംതിട്ടയിലും ഛത്തീസ്ഗഡിൻ്റെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിമാർ, അങ്ങനെ ബീഹാറിലെ ഓരോ സ്ഥലത്തെയും, ഓരോ സംസ്ഥാനത്തിലെയും മുഖ്യമന്ത്രിമാരോ ഉപമുഖ്യമന്ത്രിമാരോ, മിസോറാമിൻ്റെയും ആസാമിൽ ഇപ്പം തിരഞ്ഞെടുപ്പ് നടക്കുന്നു, മിസോറാമിലെയും മറ്റ് സ്ഥലങ്ങളിലെയും BJPക്ക് സ്വാധീനമുള്ള, BJP ഭരിക്കുന്ന സ്ഥലങ്ങളിലെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും കേരളത്തിൽ ഇറങ്ങാൻ വരുന്നു ഈ നോമിനേഷൻ കൊടുക്കുമ്പോൾ. അതുപോലെ യോഗി ആദിത്യനാഥ് കേരളത്തിൽ വരാനുള്ള സാധ്യത, പബ്ലിക് പരിപാടിയിൽ, പൊതുപരിപാടിയിൽ വരാനുള്ള സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ അതുപോലെ അണ്ണാമലൈ പാലക്കാട് വരാനുള്ള സാധ്യത വളരെ വലുതാണ്. കേന്ദ്രത്തിലെ നിരവധി നേതാക്കളെ, എല്ലാ സംസ്ഥാനങ്ങളിലെയും നിരവധി നേതാക്കളെ കേരളത്തിൽ ഇറക്കാനുള്ള വലിയ സാധ്യതയാണ് കാണുന്നത്. ജയശങ്കർ കേരളത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. നിതിൻ ഗഡ്കരി വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ തുടങ്ങി കേന്ദ്രത്തിലെ വലുതും ചെറുതുമായ നമ്മുടെ രാജ്നാഥ് സിംഗ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിർമ്മല സീതാരാമൻ വരാൻ സാധ്യതയുണ്ട്. അവർ തമിഴ്നാട്ടിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അതിൻ്റെ ഭാഗമായി കേരളത്തിലും പാറശാലയിലോ അല്ലെങ്കിൽ നെയ്യാറ്റിൻകരയിലോ തിരുവനന്തപുരത്തോ ഉള്ള പരിപാടികളിൽ നിർമ്മല സീതാരാമൻ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ കേരളത്തിലെ A ക്ലാസ് മണ്ഡലങ്ങളായ 10-30 മണ്ഡലങ്ങൾ വേർതിരിച്ചെടുത്തിട്ടുള്ളതിൽ തീർച്ചയായും BJPയുടെ ദേശീയ നേതാക്കളും മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിയും ദേശീയ പ്രസിഡന്റും അമിത്ഷായും അടക്കമുള്ള, JP നദ്ദ അടക്കമുള്ള വലിയൊരു പട തന്നെ കേരളത്തിൽ വരികയാണ്. ലക്ഷ്യം മറ്റൊന്നല്ല, 2ാം സ്ഥാനത്ത് നിൽക്കുന്ന മണ്ഡലങ്ങളിൽ എങ്ങനെ 1ാം സ്ഥാനത്ത് എത്തിക്കാം. അതുപോലെ തന്നെ 1ാം സ്ഥാനത്ത് നേമത്തുണ്ടായിരുന്നത്, പക്ഷെ അത് പോയി, ശിവൻകുട്ടി പിടിച്ചുകൊണ്ട് പോയി. O രാജഗോപാലാണ് ആദ്യം വന്നത്. പക്ഷേ O രാജഗോപാലിൻ്റെ സീറ്റ് ശിവൻകുട്ടി അക്കൗണ്ട് തുറന്ന്, O രാജഗോപാലിലൂടെ അക്കൗണ്ട് തുറന്നത് ശിവൻകുട്ടിയിലൂടെ അക്കൗണ്ട് ക്ലോസ് ചെയ്തു. പക്ഷെ വീണ്ടും രാജീവ് ചന്ദ്രശേഖറിലൂടെ നേമത്ത് നിന്ന് തന്നെ ഒരു അക്കൗണ്ട് തുറക്കുമോ? ശ്രീലേഖ IPS വട്ടിയൂർക്കാവിൽ നിന്ന് ജയിക്കുമോ? PK കൃഷ്ണദാസ് കാട്ടാക്കടയിൽ നിന്ന് ഉയരുമോ? V മുരളീധരൻ കഴക്കൂട്ടത്തു നിന്ന് പൊങ്ങുമോ? അതുപോലെ തന്നെ അങ്ങോട്ട് പോകുമ്പോൾ ശോഭാ സുരേന്ദ്രനും MT രമേശ് ഇപ്പം മത്സരിക്കുന്നില്ല. തുടങ്ങിയ നിരവധി ആളുകൾ, ഷോൺ ജോർജ് അടക്കമുള്ള നിരവധി ആളുകൾ കേരളത്തിൽ മത്സരിക്കുന്നുണ്ട്, കുമ്മനം രാജശേഖരൻ അടക്കം. അപ്പോൾ ഈ ആളുകൾ ജയിക്കുമോ? കൃഷ്ണകുമാറുണ്ട് മലമ്പുഴയിൽ, പാലക്കാട് ശോഭാ സുരേന്ദ്രനുണ്ട്, ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ ഈ ആളുകളിൽ ആരെങ്കിലുമൊക്കെ ജയിച്ച് കയറുമോ എന്നുള്ള, മഞ്ചേശ്വരത്ത് സുരേന്ദ്രനുണ്ട്. അങ്ങനെ ഒരു A ക്ലാസ് മണ്ഡലങ്ങളിലെ 30 മണ്ഡലങ്ങളെ കണക്കാക്കിക്കൊണ്ടും, എന്നാൽ മറ്റ് മണ്ഡലങ്ങൾ ഓരോ ജില്ലയിൽ വരുമ്പോൾ മറ്റ് സ്ഥാനാർത്ഥികളും അവിടെ ഉണ്ടാവുമല്ലോ, കണക്കൊണ്ട് എല്ലാ ജില്ലകളിലും വളരെ വിപുലമായ ഒരു സന്നാഹമാണ് ഏർപ്പെടുത്തിയത്. ഇതിനിടയിൽ BJPയിൽ ഇന്നലെ ഒരു 7-8 പാർട്ടി, കുഞ്ഞു കുഞ്ഞു പാർട്ടികളാണ്, ADMK എന്നൊക്കെ പറയുന്ന പാർട്ടി, പിന്നെന്താണ് രാഷ്ട്രീയ ജനതാദൾ, അങ്ങനെ കുഞ്ഞു രാഷ്ട്രീയ ജനതാദൾ, RJD അല്ല, JDU അല്ല, RJD എന്ന് പറയുന്ന പാർട്ടി, അങ്ങനെ കുഞ്ഞു കുഞ്ഞു പാർട്ടികൾ, പല പാർട്ടികളും BJPയിൽ ഇന്നലെ ലയിച്ചു. അപ്പോൾ BJPയിലെ NDAയും ഇങ്ങനെ വലുതാവുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട BJP റിലേറ്റഡ് വാർത്ത എന്ന് പറയുന്നത്, സുരേന്ദ്രൻപിള്ള തിരുവനന്തപുരത്ത് മത്സരിക്കുന്നില്ല എന്നാണ് കേൾക്കുന്നത് BJPയുടെ ഭാഗമായി. കാരണം BJPയിൽ ചേർന്ന്, പാർട്ടിയിൽ ചേർന്ന് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കണം എന്നുള്ളതാണ് BJPയുടെ ഡിമാൻഡ്. അതേസമയം JDUയെ പിളർന്ന് ഒരു ചെറിയ പാർട്ടിയായി നിന്നുകൊണ്ട് ISJDയെ പിളർന്ന് ഒരു ചെറിയ പാർട്ടിയായി സുരേന്ദ്രൻപിള്ള ഒരു പാർട്ടി ഉണ്ടാക്കി, അതിൻ്റെ കൂടെ
ഒരു ഘടകകക്ഷിയായിട്ട് മത്സരിക്കാം, അല്ലെങ്കിൽ BJP സ്വതന്ത്രനായിട്ട് മത്സരിക്കാം, BJP ചിഹ്നത്തിൽ മത്സരിക്കാൻ കഴിയില്ല എന്നാണ് പിന്നെ സുരേന്ദ്രൻപിള്ളയുടെ ഡിമാൻഡ്. കാരണം ഇടതുപക്ഷത്തിൽ ഇത്രയും കാലം നിന്നതിന് ശേഷം വളരെ പെട്ടെന്ന് BJPയിൽ കയറി താമര ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ അതിനൊരു ഓക്വേർഡ്നെസ് ഉണ്ട്. ജനങ്ങൾ ചിലപ്പോൾ തിരസ്കരിച്ചു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ കരിയർ വീണ്ടും ചീത്തയാകുമെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ അത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടോ ഘടകകക്ഷിയായിട്ടോ വരാമെന്നാണ് സുരേന്ദ്രൻപിള്ള പറയുന്നത്. പക്ഷേ അത് പറ്റില്ല. പിന്നെ താമര ചിഹ്നത്തിൽ മത്സരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഉടക്ക് നിൽക്കുന്നു. സുരേന്ദ്രൻപിള്ള ഇപ്പോൾ വീണ്ടും സർവതന്ത്ര സ്വതന്ത്രനായിട്ടുണ്ട്. അദ്ദേഹം ഇനി LDFിൻ്റെ കാൻഡിഡേറ്റ് വരുമോ എന്നറിയില്ല. പക്ഷേ പ്രശ്നം ആന്റണി രാജു ഫോൺ എടുക്കുന്നുമില്ല, CPMകാർ വിളിച്ചാൽ മൈൻഡ് ചെയ്യത്തുമില്ല. അദ്ദേഹം മുങ്ങി നടക്കുകയാണ്. കോടതിയിൽ നിന്ന് ഉള്ളൊരു പേപ്പറും കിട്ടി ഇങ്ങനെ മുങ്ങി നടക്കുകയാണ്, ആകെ ദുഃഖിതനായി. ജനാധിപത്യ കൊല്ല കോൺഗ്രസിൽ നിന്ന് ഒരാളെ വയ്ക്കാൻ അവർക്ക് കാൻഡിഡേറ്റുമില്ല. അങ്ങനെ ആകെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് ആന്റണി രാജു. ആന്റണി രാജുവിന് മത്സരിക്കാനൊട്ട് പറ്റുന്നുമില്ല. അതിൽ CPM വളരെ വിഷമത്തിലാണ്, CPM പ്രതിഷേധത്തിലാണ്. അവർ പ്രതിഷേധം ജില്ലാ സമിതിയെയും സംസ്ഥാന സമിതിയെയും അറിയിച്ചിട്ടുണ്ട്. അടിയന്തരമായി മുഖ്യമന്ത്രിയും MV ഗോവിന്ദനും ഒക്കെ അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. മിക്കവാറും കാരണം സ്ഥാനാർത്ഥിത്വം കൊടുക്കാനുള്ള ഡേറ്റുകൾ തീരാറായി, 2-3 ദിവസത്തിനകത്ത് ഇതെല്ലാം കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഗൗരവമായി BJP ഈ കാര്യങ്ങളെ കാണുന്നു. അതിനിടയിലാണ് സുരേന്ദ്രൻപിള്ളയുടെ വിഷയം തിരുവനന്തപുരം സെൻട്രലിൽ വന്നിട്ടുള്ളത്. ഇനി 10ഓളം സീറ്റുകൾ തിരുവനന്തപുരം സെൻട്രൽ, മാവേലിക്കര ഉൾപ്പെടെ 10ഓളം സീറ്റുകളിൽ BJP സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കാനുണ്ട്. അതിനിപ്പോൾ വരുന്ന ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ, കാരണം മറ്റ് കോൺഗ്രസിൻ്റെ പ്രഖ്യാപിച്ചു, LDFിൻ്റെ പ്രഖ്യാപിച്ചു, അവരിപ്പോൾ വളരെ ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ എല്ലാവരും ഇന്നുകൊണ്ട് ഫീൽഡിലായിട്ടുണ്ട്. ഇപ്പോൾ മുഴുവൻ ആളുകൾ ഇന്ന് ഫീൽഡിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അടുത്തത് BJPയുടെ ഒരു 8-10 സീറ്റാണ്. മിക്കവാറും ഇന്നോ നാളെയോ കൊണ്ട് തന്നെ അതും ഫീൽഡ് ചെയ്യപ്പെടും. അങ്ങനെയാകുമ്പോൾ തിങ്കളാഴ്ചയോടുകൂടി, അല്ലെങ്കിൽ ഞായറാഴ്ച പിന്നെ അവധിയൊക്കെയാണ്, തിങ്കളാഴ്ചയോടുകൂടി വളരെ സജീവമായി 3 മുന്നണികളും രംഗത്തുണ്ടാകും. അടുത്ത ആഴ്ചയിലാണ് നമുക്കറിയാൻ പറ്റുക. പ്രധാനമന്ത്രിയും അതുപോലെ അമിത്ഷായും JP നദ്ദയും തുടങ്ങിയിട്ടുള്ള നിതിൻ നബീനും തുടങ്ങിയ കേന്ദ്ര നേതാക്കളും മുഖ്യമന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരുമൊക്കെ ആരൊക്കെയാണ് കേരളത്തിൽ 14 ജില്ലകളിലും നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ ഭാഗമായി വരുന്നത്, പൊതുസമ്മേളനത്തിൽ വരുന്നതെന്നൊക്കെ നമുക്കിനി വരുന്ന ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും BJP വലിയൊരു പടയാണ് കേരളത്തിലേക്ക് നിയോഗിച്ചിരിക്കുന്നത്. പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും ഈ സ്ട്രാറ്റജിയാണ് അവർ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. കാരണം മുഖ്യമന്ത്രിമാർ വരുമ്പോൾ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാർ വരുമ്പോൾ പ്രോട്ടോക്കോൾ ഉണ്ടായിരിക്കും, ഓഫീസർമാരുണ്ടാവും, വലിയ സന്നാഹം ഉണ്ടാവും, പത്രക്കാരുണ്ടാവും, പിന്നെ വലിയ ഒരു ഹൈപ്പ് ഉണ്ടാക്കാൻ പറ്റും, ഒരു ഓളം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ അല്ലാതെ സ്ഥാനാർത്ഥിയുടെ കൂടെയുള്ള ബന്ധുമിത്രാദികൾ 5-6 പേരും കൊണ്ട് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് വലിയ ടീം വരികയും കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രിമാരൊക്കെ വരുമ്പോൾ, ഗുജറാത്ത് മുഖ്യമന്ത്രിയൊക്കെ വരുമ്പോൾ അതിന് വലിയൊരു മാനമുണ്ട്. യോഗി ആദിത്യനാഥ് UP മുഖ്യമന്ത്രിയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെ വലിയ ഒരു സംവിധാനത്തിലാണ് BJP. ആളും ആരവവും അമ്പാരിയും ആനയും ഒക്കെ ആയിട്ട് വരുന്നു എന്ന് പറഞ്ഞതുപോലെ വലിയ ഒരു ബഹളമുണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് BJP ഇപ്രാവശ്യം സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നത്. അതിലൂടെ വലിയ ഓളം ഉണ്ടാക്കുക, ഒരു പടി കൂടി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് BJPയുടെ ആത്യന്തികമായ കേന്ദ്രത്തിൻ്റെ ലക്ഷ്യം.